വൈകാരിക ബുദ്ധി എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത് 1990-ൽ രണ്ട് ഗവേഷകരായ പീറ്റർ സലോവയും ജോൺ മേയറും ചേർന്നാണ്. വൈകാരിക ബുദ്ധി എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത് ആരൊക്കെ ചേർന്നാണ്? പീറ്റർ സലോവയും ജോൺ മേയറും ചേർന്നാണ്. ഏതു വർഷമാണ് പീറ്റർ സലോവയും ജോൺ മേയറും ചേർന്ന് വൈകാരിക ബുദ്ധി എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത്? 1990-ലാണ്. എന്നിരുന്നാലും 1995-ൽ ഡാനിയൽ ഗോൾഡ്മാൻ ഡാനിയൽ ഗോൾഡ്മാൻ എഴുതിയ ഇമോഷണൽ ഇൻ്റലിജൻസ് വൈ ഇറ്റ് ക്യാൻ മാറ്റർ മോർ ദാൻ IQ എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ആശയം ലോകമെമ്പാടും വലിയ പ്രചാരം നേടിയത്. ഏത് ബുക്കിലൂടെയാണ്? ഇമോഷണൽ ഇൻ്റലിജൻസ് വൈ ഇറ്റ് ക്യാൻ മാറ്റർ മോർ ദാൻ IQ. ആരാണ് ഈ പുസ്തകം എഴുതിയത്? ഡാനിയൽ ഗോൾഡ്മാൻ. ഡാനിയൽ ഗോൾഡ്മാൻ. ഡാനിയൽ ഗോൾഡ്മാൻ വൈകാരിക ബുദ്ധിയെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. വൈകാരിക ബുദ്ധി എന്തുകൊണ്ട് അത് IQയേക്കാൾ പ്രധാനകരമാണ്. വൈകാരിക ബുദ്ധി എന്തുകൊണ്ട് അത് IQയേക്കാൾ പ്രധാനമാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് വൈ ഇറ്റ് ക്യാൻ മോർ ദാൻ IQ. രണ്ടാമത്തെ പുസ്തകമാണ് വൈകാരിക ബുദ്ധി ഉപയോഗിച്ചുള്ള ജോലി, വർക്കിംഗ് വിത്ത് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഈ പുസ്തകം തൊഴിൽ മേഖലയിൽ വൈകാരിക ബുദ്ധി എങ്ങനെ പ്രയോഗിക്കാം എന്നതിനെപ്പറ്റി വിശദീകരിക്കുന്നു. മൂന്നാമത്തെ പുസ്തകമാണ് സാമൂഹിക ബുദ്ധി, മനുഷ്യബന്ധങ്ങളുടെ പുതിയ ശാസ്ത്രം. സാമൂഹിക ബുദ്ധി, മനുഷ്യബന്ധങ്ങളുടെ പുതിയ ശാസ്ത്രം. സോഷ്യൽ ഇൻ്റലിജൻസ്, ദ ന്യൂ സയൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. സോഷ്യൽ ഇൻ്റലിജൻസ്, ദ ന്യൂ സയൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. നാലാമത്തെ പുസ്തകമാണ് ഡിസ്ട്രക്റ്റീവ് ഇമോഷൻസ് അഥവാ വിനാശകരമായ വികാരങ്ങൾ. ഡിസ്ട്രക്റ്റീവ് ഇമോഷൻസ്, എ സയൻറ്റിഫിക് ഡയലോഗ് വിത്ത് ദലൈ ലാമ. ഡിസ്ട്രക്റ്റീവ് ഇമോഷൻസ്, എ സയൻറ്റിഫിക് ഡയലോഗ് വിത്ത് ദ ദലൈ ലാമ. ഈ പുസ്തകം ദലൈ ലാമയുടെ ശാസ്ത്രീയ ചർച്ചകളെ അടിസ്ഥാനമാക്കി എഴുതിയ പുസ്തകമാണ്. അടുത്ത പുസ്തകമാണ് ഫോക്കസ്. ശ്രദ്ധയുടെ മറഞ്ഞിരിക്കുന്ന ഡ്രൈവർ മികവിനെ നയിക്കുന്നു. ഫോക്കസ്, ശ്രദ്ധയുടെ മറഞ്ഞിരിക്കുന്ന ഡ്രൈവർ മികവിനെ നയിക്കുന്നു. ഈ പുസ്തകം വൈകാരിക ബുദ്ധിക്ക് പുറമെ ശ്രദ്ധയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പറയുന്നു. ഈ പുസ്തകം വൈകാരിക ബുദ്ധിക്ക് പുറമെ ശ്രദ്ധയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പറയുന്നു. അടുത്ത പുസ്തകമാണ് വൈകാരികമായി ബുദ്ധിയുള്ള നേതാവ്. വൈകാരികമായി ബുദ്ധിയുള്ള നേതാവ്. അടുത്ത പുസ്തകമാണ് വൈകാരികമായി ബുദ്ധിയുള്ള നേതാവ്, ദ ഇമോഷണലി ഇൻ്റലിജൻസ് ലീഡർ. ഈ പുസ്തകം ഫലപ്രദമായ നേതൃത്വത്തിന് വൈകാരിക ബുദ്ധി എങ്ങനെ അനിവാര്യമാണെന്ന് വ്യക്തമാക്കുന്നു. ഈ പുസ്തകം ഫലപ്രദമായ നേതൃത്വത്തിന് വൈകാരിക ബുദ്ധി എങ്ങനെ അനിവാര്യമാണെന്ന് വിശദമാക്കുന്നു. ഇത്രയുമാണ് ഡാനിയൽ ഗോൾഡ്മാൻ വൈകാരിക ബുദ്ധിയെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ. പരമ്പരാഗത ബുദ്ധിയായ IQവിനേക്കാൾ ജീവിത വിജയത്തിന് EQ അഥവാ ഇമോഷണൽ കോഷ്യന്റ് നിർണായകമാണെന്ന് തൻ്റെ പുസ്തകങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ലോകത്തെ ബോധ്യപ്പെടുത്തിയ വ്യക്തിയാണ് ഡാനിയൽ ഗോൾഡ്മാൻ. ഇനി നമുക്ക് വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. സ്വയം അവബോധം, സെൽഫ് അവെയർനെസ്. സ്വന്തം വികാരങ്ങൾ, വികാരങ്ങളുടെ കാരണങ്ങൾ, അവ ശരീരത്തിലും പെരുമാറ്റത്തിലും ചെലുത്തുന്ന സ്വാധീനം എന്നിവ തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള കഴിവ്.
സ്വന്തം ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് സത്യസന്ധമായ ഒരു കാഴ്ചപ്പാട് ഇതിൽ ഉൾപ്പെടുന്നു. ഒന്നെന്താണ്? സ്വയം അവബോധം. സ്വന്തം വികാരങ്ങൾ, വികാരങ്ങളുടെ കാരണങ്ങൾ, അവ ശരീരത്തിലും പെരുമാറ്റത്തിലും ചെലുത്തുന്ന സ്വാധീനം എന്നിവ തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള കഴിവ്. അതുമാത്രമല്ല, സ്വന്തം ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് സത്യസന്ധമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. 2. സ്വയം നിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ, സെൽഫ് കൺട്രോൾ. പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങളെയും പ്രേരണകളെയും നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള കഴിവ്. പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങളെയും പ്രേരണകളെയും നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള കഴിവ്. ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കാനും വികാരങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാനും ഇത് സഹായിക്കുന്നു. ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കാനും വികാരങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാനും ഇത് സഹായിക്കുന്നു. 3. ആന്തരിക പ്രചോദനം, ഇൻറ്റേർണൽ മോട്ടിവേഷൻ. സാമ്പത്തിക ലാഭം പോലുള്ള ബാഹ്യമായ പ്രതിഫലങ്ങൾക്കപ്പുറം വ്യക്തിപരമായ സംതൃപ്തിക്കും പഠനത്തിനുമായി സ്വയം പ്രചോദിതരാകാനുള്ള കഴിവ്. ലക്ഷ്യബോധത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും മുന്നോട്ടു പോകാൻ ഇത് സഹായിക്കുന്നു. സാമ്പത്തിക ലാഭം പോലുള്ള ബാഹ്യമായ പ്രതിഫലങ്ങൾക്കുമപ്പുറം വ്യക്തിപരമായ സംതൃപ്തിക്കും പഠനത്തിനുമായി സ്വയം പ്രചോദിതരാകാനുള്ള കഴിവ്. ലക്ഷ്യബോധത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും മുന്നോട്ടു പോകാൻ ഇത് സഹായിക്കുന്നു. 4. സഹാനുഭൂതി, എംപതി. മറ്റുള്ളവരുടെ വികാരങ്ങളും കാഴ്ചപ്പാടുകളും മനസ്സിലാക്കാനും അവരോട് അനുഭാവപൂർവം പ്രതികരിക്കാനുമുള്ള കഴിവ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പെരുമാറാൻ ഇത് സഹായിക്കുന്നു. സഹാനുഭൂതി, മറ്റുള്ളവരുടെ വികാരങ്ങളെയും കാഴ്ചപ്പാടുകളും മനസ്സിലാക്കാനും അവരോട് അനുഭാവപൂർവം പ്രതികരിക്കാനുമുള്ള കഴിവ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പെരുമാറാൻ ഇത് സഹായിക്കുന്നു. 5. സാമൂഹിക കഴിവുകൾ, സോഷ്യൽ സ്കിൽസ്. മറ്റുള്ളവരുമായി നല്ലതും ആരോഗ്യകരവുമായ ബന്ധങ്ങൾ സ്ഥാപിക്കാനും നിലനിർത്താനുമുള്ള കഴിവ്. മറ്റുള്ളവരുമായി നല്ലതും ആരോഗ്യകരവുമായ ബന്ധങ്ങൾ സ്ഥാപിക്കാനും നിലനിർത്താനുമുള്ള കഴിവ്. ഫലപ്രദമായ ആശയവിനിമയം, സംഘർഷപരിഹാരം, ടീം വർക്ക് എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗങ്ങളാണ്. ഈ 5 ശേഷികളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരാൾക്ക് ഉയർന്ന വൈകാരിക ബുദ്ധിയുണ്ട് എന്ന് പറയാൻ സാധിക്കുക. ഈ 5 ശേഷികളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരാൾക്ക് ഉയർന്ന വൈകാരിക ബുദ്ധിയുണ്ടെന്ന് പറയാൻ സാധിക്കുക.